റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പഠിക്കാനായിട്ട്. ശരിയല്ലേ? അതെങ്ങനെയാ ചെയ്യുക? അതിന് കോൺസെപ്റ്റ് അറിയില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? അത് ചെയ്യാൻ അറിയാത്ത ഭൂരിഭാഗം സ്റ്റുഡൻസിനും ആ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വേ പറഞ്ഞു തരുന്നുണ്ട്. വെരി സിമ്പിൾ. ആദ്യം ഇതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇതേപോലെ ഇതിപ്പോ ഒരു മെഡിസിൻ ആണെന്ന് വിചാരിക്കാം. കുറേ ടാബ്ലറ്റ് കാണാനുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഡോക്ടർ തന്നിട്ടുള്ളതാണ്, കുറേ ടാബ്ലറ്റ് ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ എത്ര ടാബ്ലറ്റ് ഉണ്ട്, ഒന്ന് കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞെന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? ഇതൊന്നും എനിക്ക് മാത്സിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനതൊന്നും കൗണ്ട് ചെയ്യില്ല, ഞാൻ 5th എത്തിയിട്ടുള്ളൂ എന്നല്ലേ പറയാ? ഇനി അങ്ങനെയല്ല പറയണ്ടേ. നമ്മൾ എന്ത് പഠിച്ചു? റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അത് പ്രകാരം നമുക്ക് എന്തും കൂടി പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും ഇനി മുതലേ. ഇതേപോലെ ഷേപ്പ്, ഇതേ ഷേപ്പിലുള്ള, ഇതെന്ത് ഷേപ്പായിരുന്നു? റെക്ടാങ്കിൾ ഷേപ്പാണ് അല്ലെ? ഇതേ ഷേപ്പിലുള്ള എന്ത് തന്നാലും ഇതേ ഓർഡറിൽ കൃത്യമായിട്ട് ഇത് എന്തുണ്ട് എന്ന് പറയാം? റോസ് ഉണ്ട് അല്ലെ? എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 റോസ് ഉണ്ട് കേട്ടോ. 5 റോസ് ആണുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യനിലും 5 റോസ് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കിയാലോ? 1 2 3 4 5 6 7 8 9 10 11 12. നമുക്ക് വേണ്ടതും 12 തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? 12 കോളംസും അതുപോലെ 5 റോസും ഉള്ള ഒരു എന്താണ് ടാബ്ലറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ ആയിട്ട് തന്നിട്ടുള്ളതാണ്. ഇതിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എണ്ണേണ്ടത്. ഇങ്ങനെ എണ്ണേണ്ട ആവശ്യമുണ്ടോ? 1 2 3 4 5 ഞങ്ങളിവിടെ എണ്ണലൊക്കെ പഠിച്ചതാണ്, ഇപ്പൊ എണ്ണിത്തരാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. നമ്മൾ വലിയ കുട്ടികളായി. ഇനി എങ്ങനെ ചെയ്യും? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആട്ടോ, സിമ്പിളാണ് പറഞ്ഞു തരേണ്ടത്. ആദ്യം നമുക്ക് എത്ര റോസ് ഉണ്ട് നോക്കി, എത്ര കോളംസ് ഉണ്ട് നോക്കി. റോ എത്ര ഉണ്ട്? 5 എണ്ണം. എത്ര കോളംസ് ഉണ്ട്? 12 ആണ്. അതൊന്ന് ഉറപ്പിച്ചതാണ് സാർ, അതൊന്ന് എന്ത് ചെയ്തതാണ്? ഉറപ്പിച്ചതാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പൊ ആദ്യം അത് എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആണ്. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ? നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഫോർമുല പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണമെങ്കിൽ പഠിച്ചു വെക്കാം. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു ടോട്ടൽ ഡോട്ട്സ്. അങ്ങനെ പഠിച്ചാൽ മതി അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതൊന്ന് എന്ത് ചെയ്താൽ മതി? ഒരു പാരന്റിനോട് എഴുതി തരാം, അല്ലെങ്കിൽ സാർ തന്നെ എഴുതാം അല്ലെ? സാറിന് എഴുതാൻ പറ്റും. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് ആണ് കോളംസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ്. ബ്രാക്കറ്റില് റെക്ടാങ്കിൾ ഷേപ്പ് റെക്ടാങ്കിൾ എഴുതിക്കോളൂ കേട്ടോ. റെക്ടാങ്കിൾ ആണെന്ന് ഓർത്ത് വെക്കണ്ടേ? അതിനാണ് റെക്ടാങ്കിളിലാണ് എന്തുള്ളത്? ഇപ്പൊ ഇതില് നമ്പർ ഓഫ് ഡോട്ട്സ് നമ്പർ ഓഫ് കോളംസ് ഉള്ളത്. ശരിയല്ലേ? ശരി. ഇനി അപ്പൊ റെക്ടാങ്കിൾ ഷേപ്പ് ആണ്, അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്? റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒരാള് ഇതേപോലെ കൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8 9 10 വരെ കൗണ്ട് ചെയ്തു. അവന് എന്താ അറിയാം? 10 ഇൻറ്റു എന്ത് ചെയ്യണം? ശരിക്കും 12 ഇൻറ്റു 5 ചെയ്യണം. അവൻ എന്തേ ചെയ്തിട്ടുള്ളൂ? അവൻ എന്തേ അറിയുള്ളൂ? 10 ഇൻറ്റു 5 അറിയുള്ളൂ. 10 ഇൻറ്റു 5 എത്രയാ? 50 അല്ലേ? 50 ആണ്. 12 ഇൻറ്റു 5 ഒന്നും അവന് അറിയില്ല. കാരണം ടേബിളിൽ 12 ഇൻറ്റു 5 ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ 10 ഇൻറ്റു 5 വരെ അവനറിയാം. അവൻ എന്ത് ചെയ്തു? 10 ഇൻറ്റു 5 ചെയ്തു. ഗോട്ട് ഇറ്റ്? അത് കഴിഞ്ഞിട്ടാണ് അവൻ എന്ത് ചെയ്തത്? ബാക്കി റിമൈനിങ് 2
കോളം കൂടി ഉണ്ട് അല്ലെ. 2 × 5 ചെയ്തുള്ളൂ. ആദ്യം 10 × 5 ചെയ്തു, പിന്നെയാണ് അവൻ എന്ത് ചെയ്തത് 2 × 5 ചെയ്തത്. ഓക്കെ, ഇതേപോലെ ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ ആദ്യത്തെ 10 കോളത്തിനെ ഒരൊറ്റ റെക്റ്റാങ്കിൾ ആക്കാം. എന്നിട്ട് അവിടെ എന്ത് ചെയ്താ 10 കോളം, ആദ്യത്തെ 10 കോളം കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി 12 കോളാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് എത്ര കൂടി റിമൈനിങ് ഉണ്ട്? ഒരു 2 കൂടി ഉണ്ട്. ശരിയല്ലേ? ശരിയാണോ? ആണോ? ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ. ആണ്, 2 കൂടി ഉണ്ട് അല്ലെ. പക്ഷെ നമുക്കിവിടെ കോളം മാത്രമേ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളൂ. റോ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. റോ എത്ര തന്നെയാണ്? 5 ആണ്. ശരിയല്ലേ? റോ എത്രയാണ്? 5 ആണ്. അപ്പൊ അതവിടെ എഴുതാൻ സാധിക്കാത്ത കാരണം ഇത് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പ്രശ്നമുണ്ടോ? ഇല്ല. ഇതുവരെ ഓക്കെ ആണോ? ഇത് നമുക്കൊന്ന് ഭംഗിയിൽ റെക്റ്റാങ്കിൾ ആക്കിയിട്ട് എഴുതാം. യെസ്. അതേപോലെ അവന്റെ ഒരു ടാസ്ക് ആയിരുന്നു അല്ലേ അത്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തത്? ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ എത്തിയത് കേട്ടോ. നമ്മൾ വലിഞ്ഞു കയറിയത് അങ്ങനെയാണ്. അപ്പൊ ഒരു ഭംഗിയില്ല റെക്റ്റാങ്കിൾ വരയ്ക്കാതെ. നമുക്കത് കറക്റ്റ് ആയിട്ട് റെക്റ്റാങ്കിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെയാവാം അല്ലെ. നല്ല ഭംഗിയുള്ള റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ. നിങ്ങൾ നല്ല ഭംഗിയിൽ എന്ത് ചെയ്യുക? റെക്റ്റാങ്കിൾ വരച്ചു വെച്ചോളൂ. സാറിന്റെ റെക്റ്റാങ്കിൾ നോക്കണ്ട, നിങ്ങൾ വരയ്ക്കുമ്പോൾ ബെസ്റ്റ് റെക്റ്റാങ്കിൾ ആക്കുക. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ് ആക്കണേ. ശരി. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും പോയി റെക്റ്റാങ്കിൾ ഒപ്പിച്ചിട്ടുണ്ടേ. ശരി. അപ്പൊ ഞാൻ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? നമുക്ക് കാര്യത്തിക്ക് വരണം. 12നെ സ്പ്ലിറ്റ് ചെയ്തു. 12നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? ആദ്യം അവൻ എന്ത് ചെയ്തു? 10 ആണ് കൺസിഡർ ചെയ്തത്. കാരണം ടേബിളിൽ 10 ഉണ്ട്. ആ രീതിയിൽ അവൻ കൺസിഡർ ചെയ്യുക ചെയ്തേ. പിന്നെ 2 ഉണ്ട്. ഇനി ഇവിടെ കോളം മാത്രമേ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. റോയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അവിടെ 5 ആണ്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. പിന്നീട് ഓർക്കുന്നുണ്ടോ? 10 നമ്പർ ഓഫ് കോളും ഈച്ച് റോയിലും എത്രയാണ്? 5 ആയിരുന്നപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? 10 × 5 എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ആണല്ലോ. 50 എന്ന് എഴുതാം അല്ലെ. ശരിയാണല്ലോ? ആണോ? അല്ലേ? ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ലൈക്ക് ചെയ്യാത്തൊരു വേഗം ലൈക്ക് ചെയ്യ് പോയിട്ട്. ഓക്കെ, ശരിയാണല്ലോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ശരിയാണോ ചോദിക്കുന്നേ. നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് നോക്കുവോ? വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്കിലേക്ക് എടുത്തിട്ട് ഒന്നും കൂടി കണ്ടോളൂ. ശരി. ഇനി 2 ഉണ്ട് അല്ലെ. ബാക്കി റിമൈനിങ് 2 ഉണ്ട്. 2 റോയും കൂടി ഉണ്ട്. കോളം കൂടി ഉണ്ട്. അപ്പൊ 2 × 5 ആൻസർ എന്താണ്? 10 ആണ്. ശരിയല്ലേ? 10. അപ്പൊ ആദ്യം കൺസിഡർ ചെയ്തത് 10 ആണ്. 10 കോളം മാത്രമാണ്. 10 കോളത്തിലും ഓരോ കോളത്തിലും 5 വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 5 + 5 + 5 + 5 + 5 5 + 5 + 5 + 5 + 5 10 ടൈംസ് ചെയ്യേണ്ടി വരും. 10 ടൈംസ് 5 ചെയ്തപ്പോൾ 50 ആണ് കിട്ടിയത്. ശരിയല്ലേ? ഇനി ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. അത് ഇങ്ങോട്ട് ചെയ്തപ്പോൾ 2 × 5 ചെയ്തപ്പോൾ 10 ആണ് കിട്ടിയത്. അങ്ങനെ ടോട്ടൽ ഡോട്ട്സ് അവന് എന്ത് കിട്ടി? ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ പോരെ. ആൻസർ എന്താ കിട്ടുക? 60. ഓക്കെ, ഗോട്ട് ഇറ്റ്? 60. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്തത്? അവനത് കണ്ടുപിടിച്ച്. ഓക്കെ, അവൻ ബ്രില്യൻ്റ് ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്തൊക്കെ പഠിച്ചു? ഒരു റെക്ടാങ്കിൾ ഷേപ്പിലെ നമ്പർ ഓഫ് ഡോട്ട്സ്, നമ്പർ ഓഫ് കോളംസും കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ഡോട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ഡോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ടാബ്ലറ്റ് ഉണ്ട് എന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവനോട് ആരാണോ ഡൗട്ട് ചോദിച്ചത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. 60 ടാബ്ലറ്റ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യൻ റെഡിയാണോ ചെയ്യാൻ? ശരിയല്ലേ? തയ്യാറല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 15 × 5 4 15 × 4 ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? അപ്പൊ ഇവിടെ എത്ര കോളംസ് ഉണ്ട് നോക്കാം, എത്ര റോസ് ഉണ്ട് നോക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങിയത്.
ഓക്കെ, ഇനി എനിക്കൊരു ഡൗട്ട് തോന്നും, എന്തിനിപ്പോ 10+5 തന്നെ ചെയ്യണം എന്ന് നിർബന്ധം? നമുക്ക് എങ്ങനെ ചെയ്താലും മതി. 8+7 ചെയ്താലും എന്ത് കിട്ടും? 15 കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ 10 ആവുമ്പോ ഈസി ആണല്ലോ. ഇപ്പൊ 8 × 5 40 ആണ്. അതേപോലെ 5 × 10 ചെയ്യുമ്പോൾ അത് അത്ര കോംപ്ലിക്കേറ്റഡ് ഇല്ല, ആലോചിക്കാൻ എളുപ്പമാണ്. 50 ആണ്, കാരണം 1 × 5 5, പിന്നെ 0 ആഡ് ചെയ്താൽ മതി. ഏതാ എളുപ്പം? ഇതല്ലേ. അപ്പം മോർ ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ 10+ എന്നുള്ള രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യായിരിക്കും ഈസ് ബെറ്റർ. ഈസി ഏതാണോ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 8+7 എന്നുള്ള രീതിയിൽ 15 സ്പ്ലിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 10+5 എന്നുള്ള രീതിയിലും സ്പ്ലിറ്റ് ചെയ്യാം. 15 തന്നെയാണ്. ഇതില് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് 0 വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എത്ര ടെന്നുകൾ ഉണ്ട് നോക്കിയാൽ മതി. എത്ര ടെന്നുകളാണ് ഉള്ളത്? ഒരു ടെന്നേ ഉള്ളൂ. അപ്പൊ ഒരു 10 പ്ലസ് എത്ര വൺസ് ഉണ്ട്? 5. ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈ രീതിയിൽ ചെയ്യണമെന്നില്ല. ഇതിന് ഈസി ആവാം, ആയില്ല എന്ന് തരാം. ഓക്കെ, ഏതാണോ നിങ്ങൾക്ക് ഈസി ആ രീതിയിൽ ചെയ്യാം. എന്തായാലും ഈ രീതിയിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും, 10+ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. രണ്ട് രീതിയിലും മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റെക്ടാങ്കിൾ നല്ല ഭംഗിയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഭംഗിയിൽ ചെയ്യാതിരിക്കൂല്ലേ? അപ്പൊ ഞാൻ ഭംഗിയിൽ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾ സാറ് ഭംഗിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഞാനും ഭംഗിയിൽ ചെയ്യില്ല എന്ന് പറയണ്ട. ചെയ്തിട്ടുണ്ട്, ഞാനും ഭംഗിയിലാണ് ചെയ്യാം. ഓക്കെ, ഗോട്ട് ഇറ്റ്? ശരി, അപ്പൊ ഞാനിത് ഇതുപോലെ നല്ലൊരു ഭംഗിയില റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മുടെ ടാസ്ക്? 15 സ്പ്ലിറ്റ് ചെയ്യണം. 15 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10+5 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? 15 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 10 ടാബ്ലറ്റ് ആദ്യം കൺസിഡർ ചെയ്യുക. ബാക്കി റിമൈനിങ് എന്ത് വരും? 5 വരും, ഉറപ്പായിട്ടും വരും അല്ലെ? നമ്മൾ എത്രയാണോ കൺസിഡർ ചെയ്യുക അതിന്റെ റിമൈനിങ് വരും. 15 എത്രയാണോ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ അപ്പൊ ഫുള്ളും കൺസിഡർ ചെയ്യാമെങ്കിൽ ഓക്കെ. ഇപ്പൊ 10 അല്ലേ എടുത്തുള്ളൂ, ബാക്കി റിമൈനിങ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിലും കുറവല്ലേ എടുത്തിട്ടുള്ളൂ, 15 കുറവ്, അപ്പൊ റിമൈനിങ് ഉണ്ടാവില്ലേ? ആ രീതിയിൽ തിങ്ക് ചെയ്താൽ മതി. പിന്നെ ബാക്കി എന്താണുള്ളത്? 4 ഉണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടോപ്പിലുള്ള നമ്പർ, ടോപ്പിലും ലെഫ്റ്റിലുമായിട്ട് നമ്പേഴ്സ് ഉണ്ട്, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 × 4 40 ആണ്. കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ടോപ്പിൽ 5 ആണ്, ഇവിടെ ലെഫ്റ്റില് 4 ആണ്. അപ്പൊ 5 × 4 ചെയ്താൽ എന്ത് കിട്ടും? 20 കിട്ടും. ഇനി ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? 10 കോളംസ് ആദ്യം കൺസിഡർ ചെയ്തു, പിന്നെ റിമൈനിങ് ആയിട്ടുള്ള 5 കൂടി കൺസിഡർ ചെയ്തു. ഇത് രണ്ടും കൂടിയിട്ട് ഇൻഡ് പ്ലസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്യണം? 10 കൺസിഡർ ചെയ്ത പോലെ 5 കൂടി ആഡ് ചെയ്യണം. 5 ടാബ്ലറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണ് റിപ്പീറ്റഡ് അഡീഷൻ അല്ലെ? ഇവിടെ 10 ടൈംസ് ആഡ് ചെയ്തു, ഇവിടെ 5 ടൈംസ് ആഡ് ചെയ്തു, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 15 ടൈംസ് ആവുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യണം. 40 + 20 ആൻസർ 60 ആണ്. എന്ത് എളുപ്പമാണ്. അനദർ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ 23 ആണ്. അപ്പൊ 23 ചെയ്യാൻ ഇച്ചിരി വലിയ ഇതായിക്കോട്ടെ അല്ലേ? നമ്മൾ വലിയ ആളുകളായല്ലോ, നമ്മൾ കുറെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഇനി. അപ്പൊ അതുകൊണ്ട് വലിയ തന്നെ ആയിക്കോട്ടെ, ഒട്ടും കുറയ്ക്കണ്ട. അപ്പൊ 23 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാ? മോർ ദാൻ 10 ആണോ? ആണല്ലേ? ശരിയാ. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺസ് 10s കൂടി നോക്കിക്കോളൂ. എത്ര ടെന്നുകളുണ്ട് അവിടെ? 2 10s ആണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എന്ന് എഴുതാം. 10 എഴുതാൻ പറ്റുമോ? 10 എഴുതാൻ പറ്റായിക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ സാർ എന്താ ചെയ്തേ? മോർ ദാൻ 10 ആണ്, മോർ ദാൻ 20 ആണ്. മോർ ദാൻ 20 എഴുതിയ പോലെ 20 + 3 എഴുതുകയല്ലേ നല്ലത്? 10 + 13 എഴുതുമ്പോൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുക. 13 ഇനി ചെയ്യണ്ടേ?
അപ്പൊ അതിന് എളുപ്പം എന്താണ് 20 + 3 എഴുതുകയാണ്. പിന്നെന്താണത് 6 കാണാനുണ്ട്, 6 എഴുതാം. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ആദ്യത്തെ റെക്ടാങ്കിളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 20 ഇൻറ്റു ടോപ്പിൽ 20, ഈ ലെഫ്റ്റിൽ നോക്കുമ്പോൾ 6 ആണ്, 120 വരും. ശരിയല്ലേ? ഇനി ടോപ്പില് 3 ഉണ്ട്, ഇവിടെ 6 ആണുള്ളത്. ശരിയല്ലേ? ലെഫ്റ്റിക്ക് നോക്കണം, 6 ആണ്. അപ്പൊ 3 ഇൻറ്റു 6 18 ആണ്. ഇനി രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോ 120 + 18, 8 3 1 138. അപ്പൊ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞോളൂ. റെക്ടാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഇനിയും ക്വസ്റ്റ്യൻസ് തരൂ സാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.